നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുചേല ദിനത്തിൽ അവിൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ ആരംഭിച്ച അവിൽ സമർപ്പണം രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കും വരെ തുടരും. മഞ്ജുലാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞ് ഭക്തർ വരി നിൽക്കുന്ന ഫ്ലൈ ഓവർ തകർത്തു. ചൊവ്വാഴ്ച രാത്രി 10:30 കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. പാപ്പാന്മാരുടെ സംയോജിതമായ ഇടപെടലിൽ മറ്റനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. നാഗലശ്ശേരി പഞ്ചായത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം. പെരിങ്ങോട് AKG നഗറിലും പരിസരത്ത് 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് കടിയേറ്റു. 2 കറവ പശുക്കൾക്കും വളർത്തുപൂച്ചയ്ക്കും കടിയേറ്റു. ആശങ്കയോടെ പ്രദേശവാസികൾ. ചാവക്കാട് പാലയൂർ ഡോബിപ്പടി സ്റ്റോപ്പിൽ ടോറസ് ലോറി ഇലക്ട്രിക് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. തെക്കൻ പാലയൂർ ഓസാരം വീട്ടിൽ 65 വയസ്സുള്ള അബുവാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കുചേല ദിനത്തിൽ അവിൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ ആരംഭിച്ച അവിൽ സമർപ്പണം രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കും വരെ തുടരും. കുചേലൻ എന്ന സുധാമാവ് ദാരിദ്ര്യശമനത്തിനായി സതീർത്ഥ്യൻ എന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അവിൽ പൊതികളുമായി ദ്വാരകയിൽ ചെന്ന് കണ്ടതിന്റെ സ്മരണയിലാണ് ധനുമാസത്തിൽ 30 ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നത്. അവിൽ നിവേദ്യമാണ് കുചേല ദിനത്തിലെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭക്തർ കൊണ്ടുവരുന്ന അവിൽ ക്ഷേത്രത്തിൽ സ്വീകരിച്ച് ഗുരുവായൂരപ്പന് നിവേദിച്ച് തിരിച്ചു നൽകും. ഇതിനു പുറമെ നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവയിൽ കുഴച്ച 4 ലക്ഷത്തോളം രൂപയുടെ അവിൽ ദേവസ്വം തയ്യാറാക്കിയിരുന്നു. ഭക്തർക്ക് അവിൽ ഷീട്ടാക്കാൻ പ്രത്യേക കൗണ്ടറുകളും തുറന്നിരുന്നു. 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ കീഴ്ശാന്തിമാർ 3000 നാളികേരം ചുരുകിയെടുത്താണ് അവിൽ നിവേദ്യം തയ്യാറാക്കിയത്. പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ 3 പൂജകൾക്കും അവിലാണ് നിവേദിക്കുന്നത്. കുചേല ദിനത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിറമാല, ദീപാലങ്കാരം, പഞ്ചവാദ്യം എന്നിവയുണ്ടായിരുന്നു. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ സ്മരണയ്ക്കായി കുചേലവൃത്തം കഥകളി പദക്കച്ചേരിയും രാവിലെ ഡോക്ടർ സഭാപതിയുടെ വഴിപാടായി കുചേലവൃത്തം കഥകളിയും ഉണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞ് ഭക്തർ വരി നിൽക്കുന്ന ഫ്ലൈ ഓവർ തകർത്തു. ചൊവ്വാഴ്ച രാത്രി 10:30 കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാം പ്രദക്ഷിണം കൊടിമരത്തിനടുത്ത് എത്തിയിരുന്നു. എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങിയെങ്കിലും ശ്രീധരൻ അനങ്ങിയില്ല. പാപ്പാൻ ബാബു കൊമ്പിൽ പിടിച്ചതോടെ ആന തട്ടുകയായിരുന്നു. ഒഴിഞ്ഞു മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുന്നോട്ട് കുതിച്ച ആന ഫ്ലൈ ഓവർ കുത്തിമറിച്ചിട്ടു. ഇതേ തുടർന്ന് എഴുന്നള്ളിപ്പ് നിർത്തി കൊമ്പൻ ഇന്ദ്രസന്റെ മുകളിൽ നിന്ന് കോലം ഇറക്കി. ഇടഞ്ഞാൽ കൂട്ടാനകളെ കുത്തുന്ന പ്രകൃതക്കാരനാണ് ശ്രീധരൻ. ഇതറിയാവുന്ന പാപ്പാന്മാർ ഉടൻ തന്നെ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന മറ്റ് 2 ആനകളെയും പുറത്തേക്കിറക്കി. ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ഭക്തരെ തിടപ്പള്ളി വഴിയും ഭഗവതിക്കെട്ട് വഴിയും പുറത്തേക്കാക്കി. ആനപ്പാപ്പാന്മാരും ദേവസ്വം ജീവനക്കാരും ജാഗ്രത പാലിച്ചതിനാൽ കൂടുതൽ അപകടങ്ങൾക്കിടവന്നില്ല. ആനത്താവളത്തിൽ നിന്ന് കൂടുതൽ പാപ്പാന്മാരെത്തി വടം ഉപയോഗിച്ച് ആനയെ നിയന്ത്രണ വിധേയമാക്കി. 11 മണിയോടെ ആനയെ പുറത്തിറക്കി പൂത്തേരിപ്പറമ്പിൽ തളച്ചു. മറ്റൊരു ആനയെ കൊണ്ടുവന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി. ഭഗവതിക്ക് കളംപാട്ട് ആരംഭിച്ച ദിവസമായതിനാൽ വിളക്കെഴുന്നള്ളിപ്പിന് ഒരാനയുമായി ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. ഇതിന് കൊമ്പൻ ശ്രീധരനെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആന ഇടഞ്ഞത് കാരണം ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും വൈകി. രാവിലെ ഫ്ലൈ ഓവർ നന്നാക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതുമൂലം ഭക്തരെ കൊടിമരം വഴി കയറ്റിവിടേണ്ടി വന്നു. ഗുരുവായൂർ മഞ്ജുലാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പ്രതിമ മാറ്റി 6 അടി ഉയരത്തിലുള്ള കരിങ്കൽ മാതൃക പ്രതിമയാണ് സ്ഥാപിച്ചത്. ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളയുടെ വക വഴിപാടായി 2.5 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് പുതിയ പ്രതിമ നിർമ്മിച്ചത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് പ്രതിമയുടെ സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ MN രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വഴിപാടുകാരനായ വേണു കുന്നപ്പള്ളിയെയും ശില്പി ഉണ്ണി കാനായിയെയും ദേവസ്വം ആദരിച്ചു. ാണോ നമ്മൾ പുതുക്കിപ്പണിത് നവീകരിച്ചത്, അതിൻ്റെ ആ അന്തസ്സിനനുസരിച്ച് തന്നെ കുചേലൻ്റെ പ്രതിമയും പുതുക്കി പണിയേണ്ടതുണ്ട്, നവീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്തയാലാണത് മാറ്റിവെക്കപ്പെട്ടത്. ഇന്ന് നമ്മളുടെയൊക്കെ മറ്റു വാർത്തകൾ. നാഗലശ്ശേരി പഞ്ചായത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം.
പെരിങ്ങോട് AKG നഗറിലും പരിസരത്തും 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് കടിയേറ്റു. 2 കറവ പശുക്കൾക്കും വളർത്തുപൂച്ചയ്ക്കും കടിയേറ്റിട്ടുണ്ട്. പെരിങ്ങോട് താഴത്തേപുരയ്ക്കൽ ശബരിനാഥ് 13 വയസ്സ്, ഏർക്കര ശിഹാബ് മകൻ മുഹമ്മദ് ഫാദി 8 വയസ്സ്, കരുവാൻ പടിക്കൽ സന്ധ്യ മകൻ ആദിദേവ് 13 വയസ്സ് എന്നീ കുട്ടികൾക്കും, താഴത്തേതിൽ ഷംസുദ്ദീൻ 45 വയസ്സ്, വട്ടേക്കാട് മാധവൻ നായർ 65 വയസ്സ് എന്നിവർക്കുമാണ് നായയുടെ കടിയേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നീർകുളത്ത് തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 27 പേർക്കെതിരെ കേസ്. 16 പേരെ അറസ്റ്റ് ചെയ്തു, 6 പേർ റിമാൻഡിലാണ്. കിഴക്കേച്ചറായിയിൽ LDF ആഹ്ലാദ പ്രകടനത്തിനിടെ ക്ലബിന് മുന്നിൽ ഗുണ്ടുപൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ അക്രമത്തിൽ 10 പേർക്ക് പരിക്കേറ്റ കേസിൽ CPM പ്രവർത്തകരായ കിഴക്കേച്ചറായി വടക്കത്ത് യൂനുസ്, തച്ചിയിൽ രാഹുൽ, ഷാരോൺ, BJP പ്രവർത്തകരായ കുറ്റിക്കാട്ടിൽ രഞ്ജിത്ത്, സൂരജ്, കൊളത്തേരി ധനീഷ് എന്നിവരെ വടക്കേകാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ ഇരുവിഭാഗങ്ങളിൽ നിന്നുമായി 17 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ആഹ്ലാദ പ്രകടനവുമായി വന്ന UDF സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന്റെ ചില്ല് എറിഞ്ഞു തകർത്ത കേസിലും UDF സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ CPM അനുഭാവികളുടെ മാവിൻ ചുവട് ചെന്താര ക്ലബിന്റെ ജനൽ ചില്ല് എറിഞ്ഞുപൊട്ടിച്ചെന്ന കേസിലും 5 പേരെ വീതം അറസ്റ്റ് ചെയ്തു. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ചാവക്കാട് പാലയൂർ ഡോബിപ്പടി സ്റ്റോപ്പിൽ ടോറസ് ലോറി ഇലക്ട്രിക് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. തെക്കൻ പാലയൂർ ഓസാറം വീട്ടിൽ 65 വയസ്സുള്ള അബുവാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു അപകടം. ചാവക്കാട് നിന്ന് പൂവത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറി ഇതേ ദിശയിൽ തന്നെ പോവുകയായിരുന്ന ഇലക്ട്രിക് ബൈക്കിൽ കൊളുത്തി വലിക്കുകയായിരുന്നു. ഇതോടെ ബൈക്ക് ടോറസ് ലോറിക്കടിയിൽ കുടുങ്ങുകയും അബ്ദുവിന്റെ കാലിലൂടെ ലോറിയുടെ ചക്രം കയറുകയും ചെയ്തു. അപകടവിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റയാളെ ആദ്യം ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്നുച്ചയോടെയാണ് മരണം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടക്കും. ഉമൈബാൻ ഭാര്യയാണ് നബീൽ, റിയാസ്, റിസ്വാൻ, ഷെമി എന്നിവർ മക്കളാണ്. സാഹിത്യ അക്കാദമിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജും സംയുക്തമായി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി സിംബോസിയം സംഘടിപ്പിക്കുന്നു. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 18 വ്യാഴാഴ്ചയാണ് സിംബോസിയം നടക്കുക. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സിംബോസിയത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ വാഗ്മിയും കാലടി സംസ്കൃത സർവകലാശാല അധ്യാപകനുമായ ഡോക്ടർ സുനിൽ P. ഇളയടം നിർവഹിക്കും. സാഹിത്യ അക്കാദമി മലയാളം ഉപദേശക സമിതി അംഗം അനിൽ വള്ളത്തോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പ്രമുഖ ചിത്രകാരനായ ആർട്ടിസ്റ്റ് മദനൻ മുഖ്യപ്രഭാഷണം നടത്തും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS. വിജോയ് ആമുഖ പ്രഭാഷണം നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം രാവിലെ 11:30 നടക്കുന്ന സിംബോസിയത്തിൽ നമ്പൂതിരി ചിത്രങ്ങളുടെ നാനാർത്ഥങ്ങൾ എന്ന വിഷയത്തിൽ സോമൻ കടലൂർ നമ്പൂതിരി വരയുടെ പരിഭവങ്ങൾ ദേശകാലങ്ങളിലൂടെ എന്ന വിഷയത്തിൽ KM ജയശ്രീ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖാചിത്രങ്ങളും സാഹിത്യ ആസ്വാദനവും നമ്പൂതിരി ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ചില നിരീക്ഷണങ്ങൾ എന്ന വിഷയത്തിൽ മലയാള വിഭാഗം മേധാവി ഡോക്ടർ AM റീനയും വരയും വാക്കും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങളിലൂടെ എന്ന വിഷയത്തിൽ R. ശ്രീലത വർമ്മയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സമാപന പ്രഭാഷണം നിർവഹിക്കും. റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷകൾ ഡിസംബർ 31 വരെ സ്വീകരിക്കും. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകളായ നോൺ പ്രയോറിറ്റി സ്കീമിലുള്ള നീല നിറത്തിലുള്ള കാർഡുകൾ, നോൺ പ്രയോറിറ്റി സ്കീമിലുള്ള വെള്ള കാർഡ് എന്നിവ മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡായി മാറ്റാനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഡിസംബർ 31 5 മണി വരെ നീട്ടിയതായി സിവിൽ സപ്ലൈസ് വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ആണ് അപേക്ഷ നൽകേണ്ടത്. അർഹതയുള്ളവർ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് വകുപ്പ് അധികൃതർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. KSEB കുന്നംകുളം ഡിവിഷൻ ഓഫീസ് പരിസരത്ത് നടത്തിയ പെൻഷൻ ദിനാചരണം KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയും കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് NL വർഗീസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി C. ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി PP. പ്രേമവത്സലൻ, KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി PK. ദിനേശ്, കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി VA. തോമസ്, വർക്കേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി VH. അബു, പെൻഷനേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ AV. ഫ്രാൻസിസ്, മാർട്ടിൻ J. മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു.
100-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിൽ 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായിട്ടാണ് സംഗമം നടത്തിയത്. വിദ്യാർത്ഥികളുടെ മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും വയോജന സംഗമത്തിൽ ആദരിച്ചു. 30ഓളം മുത്തശ്ശി മുത്തച്ഛന്മാർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപിക സിസ്റ്റർ ഷാലി മരിയയും സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് തിരിതെളിയിച്ച് വയോജന സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സിസ്റ്റർ റാണി തെരേസ് പോസിറ്റീവ് പാരന്റിംഗ്, ജീവിതത്തിന്റെ സാധ്യതകൾ, ക്രിയാത്മകമായ ജീവിതം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ക്ലാസ് നയിച്ചു. പ്രായം വർദ്ധിക്കും തോറും അനുഭവ സമ്പത്ത് വർദ്ധിക്കുകയാണെന്നും ആ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് ശക്തമായൊരു പാഠപുസ്തകമാണെന്നും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൈകാര്യം ചെയ്യാനും ഇനിയും തങ്ങൾക്ക് കൂടുതൽ സംഭാവനകൾ സമൂഹത്തിന്റെ നന്മയ്ക്കായി നൽകാൻ സാധിക്കും എന്നുള്ള ബോധ്യവും വളർത്തിയെടുക്കാനുതകുന്നതായിരുന്നു ക്ലാസ്. കെ.എ. മോഹനൻ, ബേബി ദേവസി, തങ്കമ്മ ജോർജ് എന്നിവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേദിയൊരുക്കിയതിൽ എല്ലാവരും നന്ദി പറഞ്ഞു. ശേഷം കേക്ക് മുറിച്ച് സ്നേഹം പങ്കുവച്ചു. വയോജന സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ മുത്തശ്ശി മുത്തച്ഛന്മാരെയും പൊന്നാടയണിയിച്ച് ആദരിച്ച് ഉപഹാരം സമ്മാനിച്ചു. അധ്യാപകരായ സിസ്റ്റർ ലിനി മരിയ, റോസ് മരിയ എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ പാലത്തിന്റെ ഒരു വശം തകർന്നു. പാറമ്പാടം ആറ്റുപുറം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ പാലത്തിന്റെ മുകളിൽ തന്നെ ടാറിംഗ് ചെയ്തതാണ് പാലം തകരാൻ കാരണമായത്. റോഡ് നിർമ്മാണ സമയത്ത് നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് റോഡുകളിലെ അപാകത ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി റോഡ് പണി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദനീപ് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ മൂലം റോഡ് പണി വീണ്ടും തുടരുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. പാലം തകർന്നതോടെ സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റും നിലംപൊത്തി. ഈ സമയത്ത് വാഹനങ്ങൾ പോകാത്തതിനാൽ വൻ അപകടം ഒഴിവായി. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മോർ ഇഗ്നാത്യോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയെ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്ത മഞ്ഞനിക്കര ദയറിലെത്തി സന്ദർശിച്ചു. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ഫാദർ CM ഫിലിപ്പോസ്, സഭാ അൽമായ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു എന്നിവർ മെത്രാപ്പോലിത്തയോടൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പാത്രിയാർക്കിസ് ബാവയോടൊപ്പം മോർ ബസേലിയോസ് ജോസഫ് മെത്രാപ്പോലിത്ത, കർദിനാൾ മോർ ക്ലിമിസ് ബാവ, മോർ കുര്യാക്കോസ് തെയോഫിലോസ് മെത്രാപ്പോലിത്ത എന്നിവരുമായി കൂടിക്കാഴ്ചയും നടത്തി. മഞ്ഞനിക്കര ദയറിൽ ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കിസ് ബാവയുടെ കബറങ്കൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്ത മടങ്ങിയത്. സമസ്ത 100-ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ സ്വീകരണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ജില്ലാ പ്രചരണ യാത്ര വടക്കേക്കാട് സമാപിച്ചു. ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ്, കുണിയ, വരക്കൽ, മുല്ലക്കോയ തങ്ങൾ നഗറിലാണ് മഹാസമ്മേളനം നടത്തുന്നത്. സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് 23-ാം തീയതി ചാവക്കാട് സ്വീകരണം നൽകും. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ ശതാബ്ദി സന്ദേശയാത്ര നടത്തുന്നത്. സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണിയൂർ, അബ്ദുസലാം ബാഖവി വടക്കേകാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രചരണയാത്ര സംഘടിപ്പിച്ചത്. വടക്കേകാട് നടത്തിയ ജില്ലാ പ്രചരണയാത്ര സമാപന സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അസ്ഗർ അലി ഫൈസി പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ പറയങ്ങാട് കുഞ്ഞിമൊയ്തു ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത ജില്ലാ സെക്രട്ടറി അബ്ദുസലാം ബാഖവി ആമുഖ പ്രഭാഷണം നടത്തി. ബഷീർ ഫൈസി ദേശമംഗലം, അബ്ദുൾ മജീദ് ഫൈസി, സുലൈമാൻ അൻവരി, ഷഹീർ ദേശമംഗലം, അബ്ദുൾ ഖാദർ ദാരിമി, ഷാഹുൽ റഹ്മാനി, 3 സ്റ്റാർ കുഞ്ഞി മുഹമ്മദ് ഹാജി, കബീർ യമാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് മുക്കില പീടിക കല്ലിങ്ങൽ റോഡിൽ കാനയിൽ മലിനജലം കെട്ടിനിൽക്കുന്നത് ആരോഗ്യ ഭീഷണിയാകുന്നു. ദുർഗന്ധവും കൊതുക് ശല്യവും രൂക്ഷമായതോടെ ഇതുവഴി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സമീപം ആരോഗ്യ കേന്ദ്രം ഉണ്ടായിട്ട് പോലും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വിശ്വാസി സമൂഹത്തിന് ആദർശ വിശുദ്ധിയുടെ പാതയൊരുക്കി വിജയമാർഗം ഒരുക്കുന്നതിൽ വലിയ പ്രയത്നം നിർവഹിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമഅത്തുൽ ഉലമയെന്ന് പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യെ ശിഹാബ് തങ്ങൾ പറഞ്ഞു. സമസ്ത ശതാബ്ദി തൃശൂർ ജില്ലാ പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമസ്ത താലൂക്ക് പ്രസിഡന്റ് PK മുഹമ്മദ് ഫൈസി പെരുമ്പിലാവ്, ജാഥ നായകൻ അബ്ദുസലാം ബാക്കവിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. വിവിധ മഹല്ല് പ്രതിനിധികൾ ജാഥ ക്യാപ്റ്റന് ഉപഹാരം സമ്മാനിച്ചു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സ്വീകരണ സമ്മേളനത്തിൽ MLA AC മൊയ്തീൻ മുഖ്യാതിഥിയായി. പ്രശസ്ത സാഹിത്യകാരൻ P. സുരേന്ദ്രൻ,
വിശിഷ്ടാതിഥിയായി. മുൻ DCC പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി, ജമയത്തുൽ മുവല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, ചെയർമാൻ അൻവരി ചേകന്നൂർ, ജമയത്തുൽ മുദരിസിൻ ജില്ലാ പ്രസിഡന്റ് സുലൈമാൻ അൻവരി തുടങ്ങി വിവിധ മതനേതാക്കൾ പങ്കെടുത്തു. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തനതായ ശൈലി, ആ ആദർശവും ആശയവുമൊക്കെ അത് അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മിലേക്ക് അനുസൂതം വന്നടഞ്ഞ ആ മാർഗം ഇവിടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ആ ആദർശം അതിന് വ്യതിചലിക്കാതെ ഇവിടെ അത് വ്യതിചലിക്കപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ആശയവും ആദർശവും ഒക്കെ. UAE-യിലെ കാണിപ്പയ്യൂർ സ്വദേശികളുടെ പ്രവാസി സംഘടനയായ സ്നേഹ കാണിപ്പയ്യൂർ 16-ാം വാർഷിക സമ്മേളനം സ്നേഹസംഗമം 2025 ഷാർജയിൽ നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സൈമൺ പുലിക്കോട്ടിൽ നിർവഹിച്ചു. സ്നേഹ കാണിപ്പയ്യൂർ പ്രസിഡന്റ് VK ഫറൂഖ് അധ്യക്ഷനായി. UAE-യിലെ കാർഷിക മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സുധീഷ് ഗുരുവായൂർ മുഖ്യാതിഥിയായി. 52 വർഷക്കാലം UAE-യിൽ പ്രവാസ ജീവിതം നയിച്ച സൈമൺ പുലിക്കോട്ടിലിനെയും സംഘടനയുടെ മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. പരിപാടിയുടെ മുഖ്യ സ്പോൺസർമാരായ സുജിത്ത് തറയ്ക്കൽ, ഉണ്ണി ഏറത്ത്, അലി നാസർ, വേണുഗോപാൽ രാമനിലയം, V കിഷോർ, KK സലീം, അശ്വതി ശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനർ അബി വർഗീസ് സ്വാഗതവും സെക്രട്ടറി ധനീഷ് മാളിയേക്കൽ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് ശേഷം സംഘടനയിലെ കലാകാരികളുടെ നൃത്തം, നിസാം കാലിക്കറ്റ് ടീം നയിച്ച ഗാനമേളയും മിമിക്രിയും, സരസ്വതി വാദ്യകലാ സംഘം അവതരിപ്പിച്ച ചെണ്ടമേളവും ഉണ്ടായിരുന്നു. UAE-യിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200ഓളം കാണിപ്പയ്യൂർ പ്രവാസികൾ പങ്കെടുത്തു. കടകമ്പാൽ പഞ്ചായത്ത് 2-ാം വാർഡ് രാമപുരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ സംഗമം നടത്തി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി ഗാന്ധിയെ തമസ്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി വഴി ഉപജീവനം നടത്തുന്നവരുടെ ജീവിതമാർഗം ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള കേന്ദ്ര നടപടിക്കെതിരെയുമാണ് വാർഡ് മെമ്പർ MS മണികണ്ഠന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തിയത്. സംഗമത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായ കാർത്തിക ചന്ദ്രൻ, പ്രീജ പ്രേമൻ, മോഹിനി വേലായുധൻ, തങ്കമണി ഉദരപ്പൻ, സുനിത രവി, രമ ബാലകൃഷ്ണൻ, ഷീബ, അമ്മണി തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലുവായി പാനാട്ടുകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. ഉച്ചതിരിഞ്ഞ് 5:30 നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്ന് താളമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. പാനാട്ടുകാവ് ക്ഷേത്ര സന്നിധിയിലെ എത്തിയ ശേഷം വിളക്കുപാട്ട്, വെട്ടുതട എന്നിവയുണ്ടായി. കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘമാണ് വിളക്ക് പാർട്ടി. അന്നദാനവും ഉണ്ടായിരുന്നു. അയ്യപ്പ സേവാ സംഘ ഭാരവാഹികളായ വിജയൻ, മനോഹരൻ, ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിസംബർ 20-21 തീയതികളിലായി തൃപ്രയാറിൽ നടക്കുന്ന KSTA തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സെമിനാർ നടത്തി. കുന്നംകുളം ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സെമിനാർ KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PC സിജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് KC സജൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം TM ലത, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജയറാം സന്തോഷ്, അനീഷ് ലോറൻസ്, കുന്നംകുളം ഉപജില്ലാ സെക്രട്ടറി സുഭാഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,330 രൂപ, സ്വർണം പവന് 98,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 200 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കുചേല ദിനത്തിൽ അവിൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ ആരംഭിച്ച അവിൽ സമർപ്പണം രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കും വരെ തുടരും. മഞ്ജുലാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞ് ഭക്തർ വരി നിൽക്കുന്ന ഫ്ലൈ ഓവർ തകർത്തു. ചൊവ്വാഴ്ച രാത്രി 10:30 കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. പാപ്പന്മാരുടെ സംയോജിത ഇടപെടലിൽ മറ്റനിഷ്ട സംഭവങ്ങൾ ഒഴിവായി.
നാഗലശ്ശേരി പഞ്ചായത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം. പെരിങ്ങോട് AKG നഗറിലും പരിസരത്തും 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് കടിയേറ്റു. 2 കറവ പശുക്കൾക്കും വളർത്തുപൂച്ചയ്ക്കും കടിയേറ്റു. ആശങ്കയോടെ പ്രദേശവാസികൾ. ചാവക്കാട് പാലയൂർ ഡോബിപ്പടി സ്റ്റോപ്പിൽ ടോറസ് ലോറി ഇലക്ട്രിക് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. തെക്കൻ പാലയൂർ ഓസാരം വീട്ടിൽ 65 വയസ്സുള്ള അബുവാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.